പ്രിയ സ്നേഹിതരെ, മൊബൈൽ ഫോണുകളുടെ ഉപയോഗത്തെക്കുറിച്ചും ഇത് നമ്മുടെ ജീവിത സൗകര്യങ്ങൾക്ക് വരുത്തിയ മാറ്റങ്ങൾ, നമ്മുടെ രീതികൾക്ക്, നമ്മുടെ ചിന്തകൾക്കൊക്കെ വരുത്തിയ മാറ്റങ്ങൾ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. 50-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് പ്രചാരത്തിൽ വന്ന മൊബൈൽ ഫോണുകൾ ഇന്ന് അത്യാധുനിക സൗകര്യങ്ങൾ, സാങ്കേതിക വിദ്യയുടെ ഒരു നിറവ് ഉള്ള ഒരു ഉപകരണമായി ഇന്ന് തീർന്നിരിക്കുമ്പോൾ നമുക്ക് ഇത് ഒഴിച്ചുകൂടാനൊക്കാത്ത ഒരു ഉപകരണമായി, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഇന്ന് ഈ ഉപകരണം തീർന്നിരിക്കുന്നു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഉപകരണം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇതിൻ്റെ പ്രവർത്തന രീതികൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ സാങ്കേതിക വിദ്യ എന്തൊക്കെയാണ്? ഈ ഉപകരണം മറ്റൊരു മൊബൈൽ ഫോണുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്നതിനെക്കുറിച്ച് നമ്മളിൽ മിക്ക പേർക്കും വലിയ അറിവില്ല. ഇതിനെക്കുറിച്ച് ആഴമായി പഠിച്ചവർക്ക് മാത്രമേ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയുന്നുള്ളൂ. എന്നാൽ നമുക്കൊരു വിശ്വാസമുണ്ട്, ഒരു ഉറപ്പുണ്ട്. അതായത് ഞാനൊരു നമ്പർ ഡയൽ ചെയ്താൽ ഈ ഫോണിൽ നിന്ന് ആ നമ്പർ ഉള്ള ഫോൺ ഏതാണോ ആ ഫോണിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ റിങ് ചെയ്യുകയും അവിടെയുള്ളവർക്ക് ആ ഫോൺ എടുത്ത് നമ്മളുമായി ബന്ധപ്പെടാൻ കഴിയും എന്നൊരു ഉറപ്പ് എനിക്ക് ഉപകരണത്തെക്കുറിച്ചുണ്ട്. ഇനിയും TV കാണണോ, റേഡിയോയിൽ നിന്നുള്ള വാർത്തകൾ കേൾക്കണോ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ്, ഇമെയിൽ എന്നീ ആവശ്യങ്ങൾക്കൊക്കെ ഇന്ന് ഈ മൊബൈൽ ഫോണുകൾ വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്, നമ്മുടെ ബന്ധക്കാരൊക്കെ തൊട്ടടുത്തടുത്ത് താമസിച്ചിരുന്ന, അല്ലെങ്കിൽ കൂട്ടുകുടുംബമായി ഒരേ പ്രദേശത്ത് താമസിച്ചിരുന്നപ്പോൾ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലുള്ള ഒരാളുമായി ബന്ധപ്പെടാൻ ഒന്ന് ഉച്ചത്തിൽ ഒന്ന് വിളിച്ചാൽ മതി. ആ പേര് വിളിച്ചു കഴിഞ്ഞാൽ ആ ആൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് നമ്മളോട് പ്രതികരിക്കാനിടയാകും. ഇതേപോലെ ആണ് ഇന്ന് ഇത്രയും കാലങ്ങൾ പിന്നിട്ട് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ദൂരദേശങ്ങളിൽ പാർക്കുന്നുവെങ്കിലും ഇന്ന് നമ്മൾ തൊട്ടടുത്ത വീട്ടിലിരിക്കുന്നവരെ വിളിക്കുന്നത് പോലെ വളരെ നിഷ്പ്രയാസം, വളരെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവരുമായും ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ കാലങ്ങൾ പിന്നിട്ടപ്പോൾ നമ്മുടെ രീതികൾക്കൊക്കെ മാറ്റം വന്നുവെങ്കിലും, ബന്ധക്കാരും സ്വന്തക്കാരുമായി ബന്ധപ്പെടുന്ന രീതികൾക്ക് മാറ്റം വന്നുവെങ്കിലും, ദൈവവുമായി ബന്ധപ്പെടുന്ന കാര്യത്തിൽ അന്നും ഇന്നും എന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അതായത് ദൈവത്തിന് യാതൊരു മാറ്റവുമില്ല. ജീവനുള്ള ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. പ്രാർത്ഥന കേൾക്കുന്ന, നമ്മൾ പറയുമ്പോൾ കേൾക്കുകയും മനസ്സിലാക്കുകയും തിരിച്ചു പറയുകയും ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് അറിവാൻ ഇടയായത് തന്നെ എന്തോ ഒരു വലിയ ഭാഗ്യം. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ മാതാപിതാക്കൾ ഈ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നുള്ളത്, അതിന് ഏത് വാചകങ്ങൾ ഉപയോഗിക്കണം എന്നൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അറിവ് വർദ്ധിച്ചതനുസരിച്ച് ദൈവം എന്നോട് സംസാരിക്കുമെന്നും, എനിക്ക് ദൈവത്തോട് സംസാരിച്ചാൽ ദൈവം കേട്ട് അതിന് മറുപടി തരും എന്നൊക്കെ എൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇനിയും അറിയേണ്ട മറ്റൊരു വസ്തുത, ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന്, അമേരിക്കയിലായാലും ചൈനയിലായാലും ഇന്ത്യ ആയാലും ശ്രീലങ്ക ആയാലും എവിടെ ഇരുന്നാലും ഈ ദൈവത്തോട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയും. ഇനി മറ്റൊരു വസ്തുത, ഏത് ഭാഷക്കാരും, ഏത് ഗോത്രം, ഏത് ജാതി, ഏത് മതസ്ഥർ, ഏത് വ്യക്തികളും ഈ ദൈവവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ നിമിഷങ്ങൾക്കകം തന്നെ ദൈവത്തിൽ നിന്ന് മറുപടി കിട്ടത്തക്കവണ്ണം ദൈവം പ്രവർത്തിക്കുന്ന, ജീവനുള്ള, സ്നേഹിക്കുന്ന, കരുതുന്ന, നമ്മളുടെ അടുത്തേക്ക് വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്ന, സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ലഭിച്ച ഭാഗ്യം എത്ര വലുത്, എത്ര വലിയ സൗഭാഗ്യമാണ് നമുക്ക് ലഭിച്ചത്. പലർക്കും ദൈവത്തെ അറിയാതെ, ദൈവം ഉണ്ടോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു കാര്യം പറഞ്ഞാൽ ദൈവം കേൾക്കുമോ ഇല്ലയോ എന്ന് പോലും നിശ്ചയമില്ലാത്ത അനേകരുള്ളപ്പോൾ, പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ മനസ്സിലാക്കുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ,
ദൈവമേ അങ്ങ് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എന്നൊക്കെ പറയുവാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യം എത്ര വലുത്. അതുകൊണ്ട് കാലങ്ങൾ എത്ര പിന്നിട്ടാലും, ഏത് ജീവിത ശൈലികളുടെ മാറ്റങ്ങൾ വന്നാലും ദൈവത്തിന് മാറ്റമില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ആത്മാർത്ഥതയോടെ, താല്പര്യത്തോടെ, വിശ്വസ്തയോടെ, നല്ല മനസ്സോടെ ദൈവത്തിനോട് ചെന്ന് പറയും, ദൈവമേ ഞാൻ അങ്ങയുടെ മകനായി ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എന്നെ കൈപിടിച്ച് നടത്തണമേ. എൻ്റെ ദുർഘടമേടുകളിൽ, എൻ്റെ പ്രയാസവേളകളിൽ, എൻ്റെ മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തിക ക്ലേശങ്ങൾ വരുമ്പോൾ, രോഗത്തിൻ്റെ അവസ്ഥകളിലായിരുന്നാലും ദൈവമേ എൻ്റെ കരം പിടിച്ച് എന്നെ ആശ്വസിപ്പിച്ച് ബുദ്ധി പറഞ്ഞു തന്ന് എന്നെ നടത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥനയ്ക്ക് മറുപടി തരികയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഉറച്ച് വിശ്വസിപ്പാൻ സാധിക്കട്ടെ. എൻ്റെ ജീവിതാനുഭവത്തോട് ചേർന്നാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ആ അനുഭവം കരസ്ഥമാക്കിയിട്ടില്ലാത്തവർ ദൈവവുമായി ബന്ധപ്പെടാൻ ഈ നാളുകളിൽ ഇടയാകട്ടെ. അതിന് മനസ്സ് വയ്ക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.